എല്ലാവർക്കും യാസിസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏതാണ്ട് 3.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ നിർമ്മിച്ച 2 ലോ ബഡ്ജറ്റ് വീടുകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാനും ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടിയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. അങ്ങനെ ചെയ്താൽ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ആദ്യമായി ഈ ലൊക്കേഷനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ ആലുവ രാജഗിരി ഹോസ്പിറ്റലിന് സമീപത്തായി സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഏതാണ്ട് 500 മീറ്റർ മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ വീടുകൾ വരുന്നത് ഏതാണ്ട് 3.25 സെൻറ്റ് ഒറിജിനൽ ലാൻഡിലാണ്. 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. 2 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റും ഈ വീടിന് നൽകിയിട്ടുണ്ട്. വീടിൻ്റെ മുൻവശത്തായി കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകി കല്ലുകൾ പോളിഷ് എല്ലാം ചെയ്ത് ഭംഗിയാക്കി നൽകുന്നതാണ്. ഒരേ സമയത്ത് തന്നെ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് വരുന്നത് കിണർ വെള്ളമാണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല കേടുവിളി കണക്ഷനും നമുക്കിവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു സീറ്റ് ഔട്ടാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ആഞ്ഞിലി മരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ലിവിംഗ് സ്പേസാണ്. മനോഹരമായ രീതിയിലാണ് ലിവിംഗ് സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് അതിൽ LED വാം ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയ മനോഹരമായൊരു ഡൈനിങ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഓപ്പൺ കിച്ചൺ ഈ ഡൈനിങ് സ്പേസിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. സാനിറ്ററി ഫിറ്റിങ്സുകൾക്കായി സെറ ബ്രാൻഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രമാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം ഷെൽഫുകൾ, കട്ട്ലറി, ക്രോക്കറി ഷെൽഫുകൾ കിച്ചൺ കൗണ്ടറായി നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്കിവിടുത്തെ കിച്ചൺ ഒന്ന് പരിചയപ്പെടാം. ധാരാളം കബോർഡ് വർക്കുകൾ ചെയ്ത് മനോഹരമായ രീതിയിലാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. മാത്രമല്ല ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ് കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ഇലക്ട്രിക് ചിമ്മിനി നമുക്കിവിടെ അവൈലബിൾ ആണ്. റെഫ്രിജറേറ്റർ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. കിച്ചണോട് ചേർന്നതിന് വലിയൊരു വർക്ക് ഏരിയയും നമുക്ക് അവൈലബിൾ ആണ്. വർക്ക് ഏരിയയിലും നമുക്കിവിടെ വാഷ് ബേസിനും അതേപോലെ തന്നെ ചെറിയ കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. നല്ല കവേർഡായി സെക്യൂർഡായി തന്നെയാണ് ഇതെല്ലാം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ബാക്ക് സൈഡിൽ അത്യാവശ്യം സെറ്റ് ബാക്ക് നൽകി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചെറിയ മെറ്റലുകളെല്ലാം വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു. വീടിൻ്റെ ബാക്ക് വശത്തായി ഒരു കൃഷിയിടമാണ്, വാഴ കൃഷിയിടമാണ്. നല്ല പ്രകൃതി രമണീയമായ ഒരു ഏരിയയാണ് ഇത്. ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. ഈ വീടിന് ടോട്ടലായി വരുന്ന 3 ബെഡ്റൂമുകളാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. ബാത്റൂം സൈഡിലേക്ക് പോയ സെറ ബ്രാൻഡ് സാനിറ്ററി ഫിറ്റിങ്സുകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളും എക്സോ സൗകര്യങ്ങളെല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത്. നമുക്കിവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയാൽ സ്റ്റെയർകേസ് വളരെ മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഹാൻഡ് റെയിലിനായി GS കോയിൽ ട്യൂബും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർകേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ചെറിയൊരു ഓഫീസ് സ്പേസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെയും കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. 2 ബെഡ്റൂമുകളാണ് ഫസ്റ്റ് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നിന്നും നമുക്ക് ഇവിടുത്തെ ഈ വീട്ടിലെ സെക്കൻഡ് ബെഡ്റൂമിലേക്കൊന്ന് പോകാം. നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂമും നിർമ്മിച്ചിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. വലിയൊരു കിങ് സൈസ് ബെഡ് ഇടാനുള്ള സ്പേസ് ധാരാളമായി നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ധാരാളം വിൻഡോകൾ നൽകിയിരിക്കുന്നു. മാത്രമല്ല ഒരു ഡ്രസ്സിംഗ് ഏരിയയും നമുക്കിവിടെ അവൈലബിൾ ആണ്.
അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യവും ഈ ബെഡ്റൂമിനും ലഭ്യമാണ്. നല്ലൊരു നീളത്തിലുള്ള ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വാൾ ടൈൽസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം, തേർഡ് ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയ ഒരു കിങ് സൈസ് ബെഡ്, നല്ല ധാരാളമായി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സ്പേസോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി നിർമ്മിച്ച ഈ ബെഡ്റൂമിന് ഫോൾ സീലിംഗ് വർക്കുകൾ മനോഹരമായ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ ഫൈബർ മെറ്റീരിയൽസിൻ്റെ ബാത്റൂം ഡോറാണ്. ലൈഫ് ലോങ് ഗ്യാരൻറ്റിയോട് കൂടിയ ഡോറാണ് നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. സെറയുടെ സാനിറ്ററി ഫിറ്റിങ്സ് ഇവിടെയും ഉപയോഗിച്ചിട്ടുണ്ട്. മാറ്റ് ഫിനിഷിൽ ടൈൽസുകളാണ് ഫ്ലോറിങ്ങിനായി ഉപയോഗിച്ചിരിക്കുന്നത്. 2 ബെഡ്റൂമുകൾ കൂടാതെ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസും അവൈലബിൾ ആണ്. നല്ലൊരു സ്പേഷ്യസ് ആയ യൂട്ടിലിറ്റി സ്പേസാണ്. ഷീറ്റ് വർക്ക് എല്ലാം ചെയ്ത് ചുറ്റും കവേർഡായി ഗ്രില്ലെല്ലാം നൽകി ഭംഗിയാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രത്യേക ഏരിയയും ലഭ്യമാണ്. ടെറസിലേക്കുള്ള സ്റ്റെയർകേസ് ഇവിടെ നിന്നാണ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്ന ഇവിടുത്തെ ബാൽക്കണിയാണ്. നല്ല നീളത്തിലൊരു ബാൽക്കണിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ചുറ്റും മനോഹരമായ വീടുകളെല്ലാം ഉള്ള നല്ലൊരു ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 2 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. 2 വീടുകളും ഒരേ ഷേപ്പിലാണ്, ഒരേ ഡിസൈനിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടുകൾക്ക് ചോദിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. തീർച്ചയായും വില നെഗോഷ്യബിളാണ്. വീട് വാങ്ങുന്നവർക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ വിത്തിൻ 1 വീക്ക് ഞങ്ങൾ ലോണും അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു മനോഹരമായ വീണ്ടും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.